ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഹരിയും കൂട്ടുകാരനും ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ആ സമയത്ത് നിത്യയും അവിടേക്ക് വരുന്നുണ്ട്. നിത്യ രണ്ടുപേരെയും തൊട്ടടുത്ത് നിന്ന് ഞാൻ നിത്യയാണെന്നും പറഞ്ഞ് ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷെ ഹരിയോ കൂട്ടുകാരനോ അത് ശ്രദ്ധിക്കുന്നില്ല. അതേ സമയത്ത് ജീവനും ജ്യോതിയും ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ ഡോക്ടറിനെ കണ്ടിട്ട് ജീവന്റെ മുന്നിൽ കൂടി ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ജ്യോതി കാണുന്നില്ല. നിത്യ റിസപ്ഷനിൽ പോയിട്ട് ജ്യോതി എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിത്യ പാസ് ചെയ്തു പോകുമ്പോൾ ഹരിയും റിസപ്ഷനിലേക്ക് വരുന്നുണ്ട്. ഹരി റിസപ്ഷനിൽ വെച്ച് വീണ പോകുന്നത് കാണുന്നുണ്ട്. ഉടനെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, നീ മുകളിലേക്ക് പോകൂ, ഞാനിപ്പോ വരാം. പരിചയമുള്ള ഒരാളെ കണ്ടതുപോലെ തോന്നുന്നു, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഹരി വീണയുടെ അടുത്തേക്ക് ചെല്ലുന്നു. വീണയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇവിടെ എന്ന്. വീണ അപ്പോൾ പറയുന്നുണ്ട്, ശ്രേയയുടെ ബ്ലഡ് റിപ്പോർട്ട് വാങ്ങാൻ വന്നതാണ്, അവൾക്ക് എന്തോ ബ്ലഡിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഹരി അപ്പോൾ ചോദിക്കുന്നുണ്ട്, റിപ്പോർട്ട് വാങ്ങിയോ എന്ന്. വീണ വാങ്ങാൻ പോവുകയാണെന്ന് പറയുന്നു. ഹരി അപ്പോൾ ഞാൻ വേണമെങ്കിൽ ശ്രേയയുടെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു. വീണ അപ്പോൾ വേണ്ട, ഞാൻ പൊക്കോളാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നിത്യ ജ്യോതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ജ്യോതിയെ കാണുമ്പോൾ ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജ്യോതി പറയുന്നുണ്ട്, ചെറിയൊരു പനിയാണ്, പക്ഷെ ഡോക്ടർ ഒരുപാട് മരുന്ന് എഴുതിയിട്ടുണ്ട്, ഏട്ടൻ അത് വാങ്ങാൻ പോയിക്കുകയാണെന്നൊക്കെ പറയുന്നു. രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ജീവൻ അവിടേക്ക് വരുന്നുണ്ട്. ജ്യോതി ജീവനോട് പറയുന്നുണ്ട്, നിത്യേച്ചി എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, കൂട്ടുകാരോടും ലോകത്തുള്ള എല്ലാവരോടും വിളിച്ചു പറഞ്ഞല്ലോ നിനക്ക് പനിയാണെന്ന്, ഇത്ര വലിയ പനിയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ജ്യോതി അപ്പോൾ പറയുന്നുണ്ട്, സ്നേഹമുള്ളവരോടൊക്കെ പറയണ്ടേ, എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കണോ, ഞാൻ മാറി നിൽക്കണോ എന്നൊക്കെ ചോദിക്കുന്നു. നിത്യ അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ജ്യോതി അപ്പോൾ പറയുന്നുണ്ട്, നിത്യേച്ചിക്ക് ഒരു കോഫി എങ്കിലും വാങ്ങിക്കൊടുക്കേട്ടാന്നൊക്കെ. അങ്ങനെ 3 പേരും കൂടെ കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. ഷോപ്പിൽ പോയിട്ട് കോഫിയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ജീവൻ നിത്യയോട് ചോദിക്കുന്നുണ്ട്, ഹോട്ടലിലെ ഫുഡൊക്കെ ഇഷ്ടമാണോ, ഹോട്ടലിൽ പോകാറുണ്ടോ എന്നൊക്കെ. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിൽ എങ്ങാനും പോയാൽ മാത്രം പോകാറുള്ളൂ, അച്ഛനാണെങ്കിൽ ഹോട്ടലിലെ ഫുഡ് ഇഷ്ടമല്ല, എനിക്കും അതുപോലെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. വീട്ടിലെ ഫുഡാണ് ഏറ്റവും ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. ജ്യോതി അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ സെയിം സ്വഭാവമാണല്ലോ നിത്യേച്ചിക്ക്, പക്ഷെ അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ ഏത് ഹോട്ടലിലും പോയി കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, ചില ഹോട്ടലൊക്കെ കൊള്ളാമെന്നൊക്കെ, അതിന് ലോകപരിചയം വേണമെന്നൊക്കെ പറയുന്നു. ജ്യോതി അപ്പോൾ പറയുന്നുണ്ട്, ഈ ലോകപരിചയമൊക്കെ പെങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്, ഏട്ടനല്ലേ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. ജീവൻ അപ്പോൾ കളിയാക്കി പറയുന്നുണ്ട്, ചിലർക്കാണെങ്കിൽ ഭയങ്കര ലോകപരിചയമൊക്കെ ആയിരിക്കുമെന്നൊക്കെ. ജ്യോതി അപ്പോൾ പറയുന്നുണ്ട്, ചില സമയത്ത് ഏട്ടന്റെ സംസാരം കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാകില്ല എന്നൊക്കെ. വീണ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഫി ഷോപ്പിന്റെ വെളിയിലായിട്ട് വിപിന്റെ കാറ് കാണുന്നു. ഉടനെ തന്നെ വീണ ഇറങ്ങിയിട്ട് ആ ഷോപ്പിലേക്ക് കയറി ചെല്ലുന്നു. വീണ അകത്തേക്ക് വരുമ്പോൾ നിത്യ കാണുന്നുണ്ട്. നിത്യയാണെങ്കിൽ വീണ വീണ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ വീണ അതൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോകുന്നു. വിപിനും ഫ്രണ്ട്സും ഇരിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ വീണ ചെല്ലുന്നു. വീണ വിപിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. ജ്യോതി നിത്യയോട് ചോദിക്കുന്നുണ്ട്, ആ ചേച്ചിയെ എങ്ങനെ അറിയാമെന്ന്. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, അടുത്തുള്ളതാണെന്ന്. ജ്യോതി അപ്പോൾ പറയുന്നുണ്ട്, അന്ന് വീട് തെറ്റി കല്യാണാലോചനയുമായിട്ട് പോയത് ഈ ചേച്ചിയുടെ വീട്ടിലാണെന്നൊക്കെ പറയുന്നു. വിപിൻ വീണയോട് ദേഷ്യപ്പെടുന്നുണ്ട്, എനിക്ക് നിന്നോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റത്തില്ല, നീ ഇപ്പൊ പോകാനെന്നൊക്കെ പറയുന്നു. വീണ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പോകത്തില്ല എന്നൊക്കെ. വീണ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഷോപ്പിലെ ആൾക്കാരും വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നു. വീണ അപ്പോൾ പറയുന്നുണ്ട്, ആര് പറഞ്ഞാലും ഞാൻ പോകില്ല എന്നൊക്കെ. ഇവൻ എന്നോട് വലിയ തെറ്റ് ചെയ്തു, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണ്, ഇവൻ കാരണമാണെന്നൊക്കെ പറയുന്നു. വിപിൻ അപ്പോൾ പറയുന്നുണ്ട്, അതെങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിന്നെ ഞാൻ കണ്ടിട്ട് 48 മണിക്കൂറിനുള്ളിൽ നീ എന്നെ വീടിനുള്ളിലേക്ക് വലിച്ചു കയറ്റിയവളാണ്, അതുകൊണ്ട് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഇത് എന്റെ തന്നെയാണോ അതോ വേറെ വല്ലവരെയാണോ എന്ന് നീ പോയി അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിപിൻ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നുണ്ട്. വിപിൻ പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ എന്നെ കാണാൻ ഇനി വന്നേക്കരുത്, ഇതിനെ നശിപ്പിക്കാനൊക്കെ കുറെ വഴികളുണ്ട്, അതിന് വേണമെങ്കിൽ ഞാൻ പൈസയും തരാം, നീ ഒരു ദിവസം എന്റെ കൂടെ ചെലവഴിച്ച് എന്റെ പൈസയായിട്ട് കണക്കാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നു. വിപിൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. വീണ ദേഷ്യത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇവരുടെ സംസാരമെല്ലാം ഹോട്ടലിൽ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഷോപ്പിലുണ്ടായിരുന്ന 2 ചെറുപ്പക്കാർ പറയുന്നുണ്ട്, ഇത് ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ. ആ സമയത്ത് ജീവൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ആ പെണ്ണിന്റെ ഭാഗത്താണ് തെറ്റ്, അവള് ശരിയല്ല, ഞാൻ അവളെ പെണ്ണ് കാണാൻ പോയതാണെന്നൊക്കെ പറയുന്നു. ജ്യോതി നിത്യയോട് പറയുന്നുണ്ട്, അവരെ വീട്ടിൽ എങ്ങനെ ഇതൊക്കെ സഹിക്കുമെന്ന്. നിത്യ ഇപ്പോൾ പറയുന്നുണ്ട്, ആ കുടുംബം ഒരു നല്ല കുടുംബമാണെന്നൊക്കെ. പക്ഷെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ചതി എങ്ങനെ പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു. ജീവൻ അപ്പോൾ അവിടേക്ക് വന്നിട്ട് ജ്യോതിയോട് പറയുന്നുണ്ട്, അന്ന് ഏട്ടൻ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ല, ഇപ്പം മനസ്സിലായോ എന്തിനാണ് ചോദിച്ചതെന്ന്. എനിക്ക് ചിലരെ കാണുമ്പോഴേ മനസ്സിലാകും അവരെങ്ങനത്തെ സ്വഭാവക്കാരാണെന്നൊക്കെ.
അവളെക്കുറിച്ച് എനിക്ക് അപ്പോഴേ മനസ്സിലായതാണെന്നൊക്കെ ജീവൻ പറയുന്നു. ജീവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അവളുടെ കൂട്ടുകാരിയാണല്ലോ നിത്യ, ചിലപ്പോ ഇവക്കും അതേ സ്വഭാവമായിരിക്കുമെന്നൊക്കെ കരുതുന്നു. പിന്നീട് നിത്യയെ സുജാത ഫോൺ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും സംസാരിക്കുന്നു. ആ സമയത്ത് നളിനി മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. നിത്യ ഫോൺ വെച്ചതിന് ശേഷം നളിനി അമ്മായി ചോദിക്കുന്നുണ്ട് ആരാണ് വിളിച്ചതെന്ന്. നിത്യ അപ്പോൾ സുജാതാമ്മയാണെന്ന് പറയുന്നു. അമ്മ അമ്പലത്തിൽ പോയതാണെന്ന് പറയുന്നു. നളിനി അപ്പോൾ ചോദിക്കുന്നുണ്ട് സുജാത എപ്പോ വരും, എനിക്ക് സുജാതയോട് മാപ്പ് പറയണമെന്നൊക്കെ പറയുന്നു. നിത്യ അപ്പോൾ പറയുന്നുണ്ട് 5-6 ദിവസമാകുമെന്ന്. നളിനി അപ്പോൾ പറയുന്നുണ്ട് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ എന്നൊക്കെ. നളിനി നിത്യയുടെ അടുത്ത് നിന്നും മാറി നിന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് 5-6 ദിവസം ആ സുജാതയില്ല. 5-6 ദിവസം കൊണ്ട് ആ പയ്യനെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം, അതിനുള്ള വഴി കണ്ടെത്തണമെന്നൊക്കെ ഓർക്കുന്നു. പിന്നീട് ഹരി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാസുവേട്ടനെ കാണുന്നു. വാസുവേട്ടനാണെങ്കിൽ പത്രത്തിന്റെ പിരിവെടുക്കുന്ന ആളാണ്. ഹരി പറയുന്നുണ്ട് ഈ വീക്ക് തൊട്ടാണെങ്കിൽ എനിക്ക് മാമ്പഴം വീക്കിലി വീട്ടിൽ ഒന്നിട്ടേക്കണമെന്ന് പറയുന്നു. ഇപ്പൊ പത്രം ഇടാൻ വരുന്നത് പുതിയ ആളല്ലേ, എനിക്ക് അവരെ പരിചയമില്ല, അതുകൊണ്ടാണ് നേരിട്ട് വാസുവേട്ടനോട് തന്നെ പറയാമെന്ന് കരുതിയെന്നൊക്കെ പറയുന്നു. വാസുവേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പത്രം ഇടാൻ വരുന്നത് പുതിയൊരു പെൺകൊച്ചാണ്, അത് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഹരി ഇപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യം വീക്കിലിയിലാണെങ്കിൽ എന്റെ കവിത അച്ചടിച്ചു വന്നിട്ടുണ്ടെന്ന്. വാസുവേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് നീ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരെ കൊണ്ട് ഞാൻ ആ വീക്കിലി വാങ്ങിപ്പിച്ചേനെ എന്നൊക്കെ പറയുന്നു. ഹരി ഇപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല, വാസുവേട്ടൻ എന്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുന്നു. വാസു അപ്പോൾ പറയുന്നുണ്ട് കുറെ വർക്കുണ്ടെന്നൊക്കെ. ഹരി വണ്ടി വിട്ടു പോകുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നിത്യയും വരുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്